ഇന്ന് ദേ നമ്മൾ അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ പോവാണ്. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായെങ്കിലും നമ്മൾ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ മാത്രമല്ല വന്നേക്കുന്നത്. ഈ കാണാവുന്ന പടകൾ മൊത്തം നമ്മുടെ കൂടെ ഉള്ളതാണ്. എൻ്റെ അമ്മയും മേമ്മമാരും കസിൻസും മാധവനും എല്ലാവരും ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരിവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെവിടെയാണെന്നുള്ളത്. അങ്ങനെ പോണ വഴിക്ക് നല്ല സ്മെല്ല്. അതെവിടെയാണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു അത്തറിൻ്റെ ഒരു ചെറിയ കടയുണ്ട്. അങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ ഈ ഒരു സംഭവം കണ്ടു. അങ്ങനെ അതും ഒരു പ്ലേറ്റ് മേടിച്ചു, ഞങ്ങൾ കഴിച്ചു. ഈ ഭംഗി പോലത്തെ ടേസ്റ്റ് അതിനുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, വാങ്ങിയതല്ലേന്ന് വെച്ച് കഴിച്ചു. ഭയങ്കരമായിട്ട് ഉപ്പ് കൂടി, അതായിരുന്നു പ്രശ്നം. മേ ബി നാളെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എൻ്റെ അമ്മനോട് പറഞ്ഞു, അമ്മ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, ഇങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിയപ്പോൾ അവിടെ കുറേ കമ്മൽ. അവനറിയാം ഞാൻ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞേ ഇറങ്ങുള്ളൂ എന്നുള്ളത്. അത് അവിടെ കുറേ നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷേ ഇതിൽ മിക്കതും എൻ്റെ അടുത്തുള്ള മോഡലാണ്. ഞാനിങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ളത് അധികം യൂസ് ചെയ്യില്ല, ഞാൻ കൂടുതൽ സ്റ്റഡാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ കിടക്കണപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഈ ഒരു ഹാങ്ങിങ് എടുത്തു. ഇത് ഞാൻ പ്രത്യേകിച്ച് എവിടെ യൂസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഈ കളർ ഡ്രസ്സും എനിക്കില്ല, ഞാനത് ഒരെണ്ണം എടുത്തു. അങ്ങനെ ഞാൻ കമ്മൽ നോക്കുന്ന സമയത്ത് എൻ്റെ മോൻ അമ്മമ്മനെ സോപ്പിട്ട് പോയി മേടിച്ചതാണിത്. ഇത് മേടിച്ചിട്ട് അമ്മമ്മ മോനും കൂടെ എന്നോട് പെർമിഷൻ ചോദിക്കാൻ വന്നേക്കുന്നതാണ്. ഇത് കഴിച്ചോട്ടെ, വാങ്ങിച്ച് എന്തായാലും കഴിക്കേണ്ടത് ഞാൻ പറയൂലല്ലോ. അപ്പോൾ ഞാൻ കണ്ണനോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പിണങ്ങി. പിന്നെ എനിക്ക് പാവം തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു. അപ്പോൾ ചെക്കനതേ സന്തോഷമായി. വേറെ ഒന്നായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ വരും. ഇപ്പോഴത്തെ ക്ലൈമറ്റും ഇങ്ങനെയല്ല, അതുകൊണ്ടാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞത്. തേമയാണ് ഇപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ആൾ. എൻ്റെ മതി അവിടെ ഏതെടുത്താലും 30 കണ്ടപ്പോൾ അവിടെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി പോയി. നമ്മുടെ ഏറ്റവും ഇളയ നീതിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാളും കൂടി ഇവിടെ നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. ഞാനത് ചെറിയ വീഡിയോ ആക്കിയെന്ന് മാത്രം. എനിക്കിത് എൻ്റെ ഫ്രണ്ട്സിനായിട്ടും ആരായിട്ടും പോണതിൽ എനിക്ക് കംഫർട്ടബിൾ എപ്പോഴും എൻ്റെ ഫാമിലിനോടെ പോണതാണ് കേട്ടോ. എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഇവരെ കൂടെയാണ്. എൻ്റെ കസിൻസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു. ജനിഷാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ജനിഷാനുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തൊക്കെ ആരൊക്കെ അവിടേക്ക് വിളിച്ചാലും ഞാൻ മാക്സിമം പോകാറില്ല. പിന്നെ അത് ഞങ്ങൾ നേരെ കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വന്നു. ഇതും ഏതെടുത്താലും 30 തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു. ടോട്ടൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടുകഴിഞ്ഞാലൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്. അങ്ങനത്തെ ചെറിയ പൈനാപ്പിളൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ ചെന്നിരുന്നു. അത് അമ്മയ്ക്കൊക്കെ ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മക്ക് ചായ കുടിക്കാനിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കലെയാണ് നമ്മളെ ദിയക്കുട്ടി വന്നത്. ദിയ നമ്മളെ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ദിയ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നാണായി. ഇത് ദിയയുടെ അമ്മയാണ് കേട്ടോ, മാധവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ദിയയുടെ ബ്രദർ ധൻവി. അങ്ങനെ അവരവിടെ നിന്ന് പോയി. അപ്പോൾ ഞങ്ങളും പോയി. ഈ സെക്ഷൻ മൊത്തം റൈഡുകളാണ്, ഒത്തിരി റൈഡ്സ് ഉണ്ട്. മാധവനോട് ഞാൻ പറഞ്ഞു വേറൊരു ദിവസം വരാം, പകൽ വരുമ്പോൾ കയറ്റാന്ന് പറഞ്ഞ കാരണം ആശ്വാസമായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ ദിയനെ മാത്രമല്ല വേറെ കുറച്ച് സ്റ്റുഡൻസിനൊക്കെ കണ്ടു. അപ്പോഴേക്കും എൻ്റെ ഫോൺ വേറൊരാളെ കയ്യിൽ പെട്ടുപോയ കാരണം അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാധവൻ ഈ ഒരു ഗെയിം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 3 ബോൾ തരും. ആ 3 ബോൾ കൊണ്ട് ആ ഒരു പിരമിഡ് നമ്മൾ പൊളിക്കണം. മാധവൻ ആ പിരമിഡ് തകർത്തില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നാളത്തെ വീഡിയോയിൽ ഞാനിടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.